നിങ്ങൾക്ക് പല ചെറിയ ചെറിയ കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ടോ, വിട്ടുപോകുന്നുണ്ടോ? മറവി തലച്ചോറിന്റെ പ്രശ്നമാണെങ്കിലും പലപ്പോഴും അതിന്റെ കാരണം ഹൃദയവും രക്തധമനികളാണെന്നുള്ള കാര്യം എത്ര പേർക്കറിയാം? ഓർമ്മശക്തി പതുക്കെ പതുക്കെ കുറഞ്ഞു പോകുന്നത് ഹൃദയത്തിന്റെ ഒരു മുന്നറിയിപ്പാണെങ്കിലോ? ശരീരത്തിന്റെ വെറും 2% ബ്രെയിനിന്റെ വെയിറ്റ്, എന്നാൽ മൊത്തം രക്തത്തിന്റെ 20% ഉപയോഗിക്കുന്നത് തലച്ചോറാണ്. തലച്ചോറ് രക്തത്തെ വളരെ ആർത്തിയോടെയാണ് ഉപയോഗിക്കുക. അങ്ങനെയുള്ള രക്തം തലച്ചോറിന് എത്തിക്കുന്നത് ആരാണ്? ഹൃദയവും രക്തധമനികളും. അതുകൊണ്ട് തന്നെ ഹൃദയത്തിലോ രക്തധമനികൾക്കോ വരുന്ന കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ പോലും തലച്ചോറിനെ പട്ടിണിക്കിടാണ്. മറവിയാണ് അതിന്റെ ആദ്യ ലക്ഷണങ്ങളിൽപ്പെട്ട ഒന്ന്. ഓർമ്മശക്തിയെ കാർന്നു തിന്നുന്ന പ്രധാനപ്പെട്ട 4 ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. ഭൂരിപക്ഷ ആളുകൾക്കും ഈ 4 എണ്ണത്തിൽ ഒന്നെങ്കിലും അവരറിയാതെ ഉണ്ടാവും. ഇതിൽ ഒന്നാമത്തേതാണ് നിശബ്ദമായി തലച്ചോറിലേക്ക് രക്തയോട്ടം കുറയുന്ന അവസ്ഥ. ഹൃദയത്തിന് വളരെ ശക്തിയായിട്ട് പമ്പിംഗ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ രക്തത്തിന്റെ അളവ് കുറവാണെങ്കിൽ, രക്തധമനികൾക്ക് കേടുണ്ടെങ്കിൽ തലച്ചോറിലേക്ക് രക്തയോട്ടം കുറയാണ്. ഇതിന്റെ പേരാണ് സെറിബ്രൽ ഹൈപ്പോ പെർഫ്യൂഷൻ. ഈ രക്തോട്ടക്കുറവ് സ്ട്രോക്ക് ഒന്നും ഉണ്ടാക്കൂല. അതിന് മാത്രമല്ല, തലകറക്കം ഉണ്ടാക്കണമെന്നില്ല. നമ്മുടെ ഫോണിന്റെ ഒക്കെ ബാറ്ററി ചാർജ് കുറഞ്ഞു നിൽക്കൂലേ? ലോ പവർ ആകുമ്പോഴും ഫോൺ വർക്ക് ചെയ്യും, പക്ഷേ അതിന്റെ സ്പീഡ് ചിലപ്പോൾ ഒന്ന് കുറയും. ഇതുപോലെ തലച്ചോറിന്റെ ബാറ്ററി ഒന്ന് കുറയാണ്. നിങ്ങളൊരു റൂമിൽ പോയാൽ എന്തിനാണ് ആ റൂമിലേക്ക് ചെന്നെന്നുള്ള മറന്നു പോവാണ്. വാക്കുകൾ നാവിന്റെ തുമ്പത്തുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് അത് പറയാൻ കിട്ടില്ല. തലച്ചോറിനകത്തെ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു പ്രധാന ഭാഗം ഓർമ്മശക്തിക്ക് വളരെ ആവശ്യമാണ്. പുതിയ ഓർമ്മകൾ ഉണ്ടാവണമെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്ലഡ് കിട്ടണം. രക്തം കുറയുമ്പോൾ ഇതെല്ലാം നഷ്ടപ്പെടുകയാണ്. രണ്ടാമത്തത് മിനി സ്ട്രോക്കുകളാണ്. സാധാരണ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? കയ്യോ കാലൊക്കെ ഒന്ന് തളർന്നു പോകും. പക്ഷേ രക്തധമനികൾ ചെറിയ ചെറിയ രീതിയിലുള്ള തടസ്സം വന്നിട്ട് വരുന്ന മിനി സ്ട്രോക്കുകൾ പലപ്പോഴും പുറമേക്ക് ഒരു ലക്ഷണം ഉണ്ടാക്കണമെന്നില്ല, സൈലന്റ് ആയിരിക്കും. ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഉള്ള വ്യക്തികൾക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ പലപ്പോഴും വർഷത്തിൽ തന്നെ പല തവണ മിനി സ്ട്രോക്കുകൾ അവർ പോലും അറിയാതെ സംഭവിക്കും. 60 വയസ്സൊക്കെ കഴിഞ്ഞ ആളുകളിൽ 25% ആളുകൾക്കും മിനി സ്ട്രോക്ക് വന്നു പോയിട്ടുണ്ടാവും. സ്കാൻ ചെയ്യുമ്പോഴേ ഇത് കാണുള്ളൂ. ഇത് കാര്യമായ രീതിയിൽ ഓർമ്മശക്തി കുറയ്ക്കുകയാണ്. മൂന്നാമത്തത് രക്തധമനികൾ സ്റ്റിഫായി വരികയാണ്. നമുക്കൊക്കെ തന്നെ പ്രായം കൂടി കഴിയുമ്പോൾ ബോഡിക്ക് പഴയ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ല. നമ്മുടെ ശരീരം കുനിയുമ്പോഴൊക്കെ നമ്മൾ സ്റ്റിഫായിരിക്കും. അതുപോലെ രക്തധമനികൾ പ്രായം കാരണവും പ്രഷർ കാരണമൊക്കെ പലർക്കും സ്റ്റിഫ് ആവാറുണ്ട്. ഇങ്ങനെ സ്റ്റിഫായിട്ടുള്ള രക്തധമനികളിലൂടെയുള്ള രക്തയോട്ടം പലപ്പോഴും വളരെ റഫായിരിക്കും. അത് കാരണം തലച്ചോറിനകത്ത് കുഞ്ഞു കുഞ്ഞു രക്തധമനികളിൽ പ്രശ്നങ്ങൾ വരികയാണ്. ഓർമ്മശക്തി അത് ബാധിക്കുകയാണ്. നാലാമത്തത് ഹൃദയവുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ഹൃദയമിടിപ്പിന് ഒരു താളുണ്ട്. പല ആളുകൾക്കും ഈ താളം നഷ്ടപ്പെടുന്ന ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയുന്ന ഒരു അസുഖം വരും. പ്രായം കാരണവും BP കാരണവും. ഇങ്ങനെ ഹൃദയം താളം തെറ്റുന്ന സമയത്ത് 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്നാമത്തത് ഹൃദയത്തിന്റെ എഫിഷ്യൻസി കുറയുന്നത് കാരണം തലച്ചോറിലേക്ക് വേണ്ടത്ര രക്തോട്ടം കിട്ടില്ല. രണ്ടാമത്തത് കുഞ്ഞു കുഞ്ഞു രക്തക്കട്ടകൾ ഹൃദയത്തിൽ രൂപാന്തരപ്പെട്ട് അത് തലച്ചോറിലേക്ക് കയറിപ്പോയിട്ട് സ്ട്രോക്കുകൾ ഉണ്ടാക്കുകയാണ്. ഏട്രിയൽ ഫിബ്രിലേഷനുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 40% ആളുകൾക്കും ഓർമ്മശക്തിയെ ബാധിക്കും. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓർമ്മശക്തി പ്രശ്നമുള്ള ചിലരെങ്കിലും ഹാർട്ട് ചെക്ക് ചെയ്യാം, ECG എടുക്കാം, എക്കോ ടെസ്റ്റ് ചെയ്യാം, കഴുത്തിലെ രക്തധമനിയായ കരോട്ടിഡ് ആർട്ടറിയുടെ ഡോപ്ലർ ടെസ്റ്റ് ചെയ്യാം. രണ്ടാമതായിട്ട് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുക. മൂന്നാമതായിട്ട് എയറോബിക് എക്സർസൈസ് ആഴ്ചയിൽ 5 ദിവസം നിർബന്ധമായിട്ട് ചെയ്യാം. സൈക്ലിംഗ്, ഓടല്, നീന്തല് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെമ്മറി ബൂസ്റ്റ് ആണ് എയറോബിക് എക്സർസൈസ്. തലച്ചോറിനകത്തേക്ക് ന്യൂട്രിയൻസും ഓക്സിജനും 30% ഇത് കൂട്ടാണ്. നാലാമതായിട്ട് ചില ആളുകൾക്കെങ്കിലും ആസ്പിരിൻ പോലുള്ള ഗുളികകൾ വേണ്ടി വന്നേക്കാം.